ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ KS രാജേന്ദ്രൻ മാസ്റ്റർ. അശ്വതി, ഭരണി, കാർത്തികക്കാല് എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന മേടക്കൂറിൽ ജനിച്ചവർക്ക് ചിങ്ങമാസത്തിൽ അനുഭവപ്പെടാൻ ഇടയുള്ള ചാരഫലം എന്തെന്ന് പരിശോധിക്കാം. ആദ്യമായി ഗ്രഹസ്ഥിതി നോക്കാം. സൂര്യൻ ചിങ്ങരാശിയിൽ സ്ഥിതി ചെയ്യുന്നു. ചൊവ്വ കന്നിരാശിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ചൊവ്വ 28 മുതൽ തുലാം രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ്. ബുധൻ കർക്കിടകം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. 14-ാം തീയതി മുതൽ ഈ ബുധൻ ചിങ്ങൻ രാശിയിലേക്ക് മാറും. വ്യാഴം മിഥുനൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. ശുക്രൻ മാസത്തിന്റെ ആരംഭത്തില് മിഥുനൻ രാശിയിലും 4-ാം തീയതി മുതൽ കർക്കിടകം രാശിയിലും അതിനുശേഷം 29 മുതൽ ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യും. ശനി മീനൻ രാശിയിലും രാഹു കുംഭൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. കേതു ചിങ്ങൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. ഇതാണ് ഗ്രഹസ്ഥിതി. ഈ കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ സ്ഥിതി ചെയ്യുന്നത് 6-ാം ഭാവത്തിലാണ്. 6-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ ഏറെ അനുകൂല ഫലങ്ങളാണ് നൽകുന്നത്. സാമ്പത്തികമായ വലിയ നേട്ടം ഈ ചൊവ്വ ഈ കൂറുകാർക്ക് നൽകും. അതുപോലെ ചെമ്പ്, സ്വർണം ഇവയൊക്കെ നേടുവാനുള്ള അവസരം ഉണ്ടാകും. വളരെ കാലമായി സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് വാങ്ങിക്കുന്നതിനുള്ള അവസരം ഉണ്ടാകും. അതുപോലെ വലിയ ചെമ്പ് പാത്രങ്ങളുടെയൊക്കെ ലഭ്യത ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ചില ബന്ധുക്കളുമൊക്കെ കലഹം ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് ബന്ധുക്കളുമായി ഇടപഴകുമ്പോൾ വളരെ ശ്രദ്ധയും ഒരു ജാഗ്രതയൊക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും. ശത്രുക്കളോട് വേർപെടുന്ന ഒരു കാലമാണ് ഈ ചിങ്ങമാസം. ശത്രുക്കളുമായി വലിയ സഹവാസമൊന്നും ചെയ്യുവാൻ ഇവർ ഇനി ആഗ്രഹിക്കുന്നതല്ല. ചിങ്ങം 28 മുതൽ ചൊവ്വ ഇവർക്ക് 7-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ദാമ്പത്യപരമായി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ വളരെ ശ്രദ്ധാപൂർവം വേണം കുടുംബകാര്യങ്ങൾ നോക്കേണ്ടത്. അതുപോലെ ഉദരസംബന്ധമായി ചില രോഗങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ചിങ്ങമാസത്തിൽ സാധ്യത ഉള്ളതിനാൽ രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ വൈദ്യസഹായം തേടേണ്ടതാണ്. 4-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധൻ ഇവർക്ക് ഗുണഫലമാണ് ചെയ്യുന്നത്. സാമ്പത്തികമായ വലിയ നേട്ടം ഇവർക്ക് ഈ ബുധൻ നൽകും. എല്ലാ മേഖലയിലും വിജയം പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും കർമ്മരംഗത്ത് വിജയിക്കുന്നതിന്റെ ഫലമായി സാമ്പത്തികമായ നേട്ടം ഉണ്ടാകും. പണമിടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും കൂടുതൽ അഭിവൃദ്ധി അനുഭവപ്പെടും. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സഹായം ഇവർക്ക് പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ വലിയ അഭിവൃദ്ധി ഉണ്ടാകും. കുടുംബാംഗങ്ങൾ തമ്മിൽ കൂടുതലായി യോജിപ്പും സ്നേഹവും ഒക്കെ പ്രകടമാകും. വലിയ ഐശ്വര്യവും പ്രതാപവും ഒക്കെ അനുഭവിക്കാൻ ഇടയാകും. 14 മുതൽ 5-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്ന ബുധൻ ചില ദോഷഫലമാണ് നൽകുന്നത്. ഭാര്യയും സന്താനങ്ങളും ഒക്കെ ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ കുടുംബ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. കുടുംബാംഗങ്ങളുമായി സംസാരിക്കുമ്പോഴും അതുപോലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുമ്പോഴും വലിയ മുൻകരുതലും ജാഗ്രതയൊക്കെ കൈക്കൊള്ളേണ്ടതാണ്. 3-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴവും ഇവർക്ക് അത്ര അനുകൂലമല്ല. ചില അപ്രതീക്ഷിതമായ സ്ഥാനചലനങ്ങളോ വീഴ്ചകളോ ഒക്കെ സംഭവിക്കാൻ സാധ്യത ഉള്ളതിനാൽ എപ്പോഴും ശ്രദ്ധയോടുകൂടി വേണം മുന്നോട്ട് നീങ്ങുവാൻ. തങ്ങൾ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും ഉദ്ദേശിച്ച പോലെ വിജയിക്കണമെന്നില്ല. ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഇടയ്ക്ക് അനുഭവപ്പെട്ടേക്കാം. എന്നാൽ 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ഇവർക്ക് വളരെ അനുകൂലമാണ്. സാമ്പത്തികമായ നേട്ടം, അതുപോലെ ഉന്നത സ്ഥാനപ്രാപ്തി, ശത്രുനാശം, മറ്റുള്ളവരിൽ നിന്നും ബഹുമാനം ലഭിക്കുക, ഇതൊക്കെ ഈ 3-ൽ നിൽക്കുന്ന ശുക്രൻ ഈ കൂറുകാർക്ക് നൽകുന്ന ശുഭ ഫലങ്ങളാണ്. വളരെ കാലമായി ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ഒരു സ്ഥാനമാറ്റം ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാം. പ്രമോഷനുകളും അതുപോലെ സ്ഥലമാറ്റങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്
അത് ഉണ്ടാകും. വളരെ കാലമായി ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് മനസ്സിന് ഇണങ്ങിയ രീതിയിലുള്ള ഒരു ജോലി സമ്പാദിക്കുവാൻ അവസരം ലഭിക്കും. അതുപോലെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ്. ചിങ്ങമാസം 5-ാം തീയതി മുതൽ ചിങ്ങത്തിലേക്ക് മാറുന്ന ശുക്രൻ ഈ കുറുകാർക്ക് ഗുണഫലങ്ങൾ മാത്രമാണ് നൽകുന്നത്. വലിയ ബന്ധുബലവും പ്രതാപവും ഇവർക്ക് ഉണ്ടാകും. ബന്ധുബലത്തിന്റെ പിൻബലത്തിൽ ജീവിതത്തിൽ വലിയ വിജയങ്ങളൊക്കെ നേടുവാൻ കഴിയും. മറ്റുള്ളവരൊക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുവാനും വിജയിക്കുവാനും കഴിയും. അതുപോലെ വളരെ കാലമായി അകന്നു കഴിയുന്ന ബന്ധുക്കളുമായിട്ട് സഹവസിക്കുവാനുള്ള യോഗവും ഉണ്ടാകും. ദൂരദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ വിദേശത്ത് കഴിയുന്നവർക്കൊക്കെ നാട്ടിൽ വന്ന് ബന്ധുക്കളും കുടുംബാംഗങ്ങളുമായിട്ട് ഒന്നിച്ച് കഴിയുവാനുള്ള അവസരമുണ്ടാകും. മാനസികമായ വലിയ സന്തോഷവും ഉന്മേഷവും ഇവർക്ക് അനുഭവപ്പെടും. 12-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനി അനുകൂലമല്ല. പല പ്രകാരത്തിലുള്ള ദുഃഖവും അതുപോലെ കാര്യങ്ങൾക്കൊക്കെ നാശവും ഈ 12-ലെ ശനി നൽകുന്ന ഫലങ്ങളാണ്. അതുപോലെ സ്വദേശം വിട്ട് അന്യദേശത്ത് പോയി വസിക്കുവാനുള്ള യോഗവും 12-ലെ ശനി മൂലം ഉണ്ടാകും. എന്നാൽ 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരു ശനിയെ വിപരീത വേദം ചെയ്തതുകൊണ്ട് ഈ ദോഷഫലങ്ങളൊന്നും അനുഭവപ്പെടുന്നതല്ല. മാത്രമല്ല വക്രഗതിയിൽ സ്ഥിതി ചെയ്യുന്ന ശനി ദോഷഫലങ്ങൾ ചെയ്യുന്നതിന് പകരം ചില ഗുണഫലങ്ങളൊക്കെ നൽകുകയും ചെയ്യും. അതുകൊണ്ട് വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ അനുകൂല സമയമാണ്. ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും തീവ്രത കുറയുകയും മനസ്സിന് സമാധാനവും ശാന്തിയും ലഭിക്കുകയും ചെയ്യും. 11-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു അന്യ സ്ത്രീ സംഗമത്തിലുള്ള യോഗമാണ് ഈ കൂറുകാർക്ക് നൽകുന്നത്. അപ്പോൾ അന്യ സ്ത്രീ സംഗമം നടത്തുന്നവർ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ട ശ്രദ്ധയും മുൻകരുതലും ഒക്കെ എടുക്കേണ്ടതാണ്. ഇതിന്റെ പേരിൽ കുടുംബകലഹം ഉണ്ടാകാനും കുടുംബത്തിൽ അന്തഃഛിദ്രം ഉണ്ടായി മനസമാധാനം ഇല്ലാതാകുവാനും സാധ്യതയുള്ളതിനാൽ ഇത്തരം താല്പര്യങ്ങൾ വെച്ച് പുലർത്തുന്നവർ വളരെ ജാഗ്രത കാണിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ധനധാന്യ സമൃദ്ധി 11-ാം ഭാവത്തിലെ രാഹു ഈ കൂറുകാർക്ക് നൽകും. കൃഷിയിലും കച്ചവടത്തിലുമൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. മറ്റുള്ളവരുമായി സഹകരിക്കുവാനും അതിൽ നിന്നും വലിയ ലാഭങ്ങൾ ഉണ്ടാക്കുവാനും ഇടവരും. നാട്ടിലും വീട്ടിലുമൊക്കെ വലിയ പ്രതാപത്തോടെ കഴിയുവാനുള്ള അവസരം ഉണ്ടാകും. കുടുംബാംഗങ്ങളും നാട്ടുകാരും ഒക്കെ തങ്ങളെ വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും തങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ബഹുമാനവും അംഗീകാരവും നൽകുകയും ചെയ്യും. ഇത് മാനസികമായ വലിയ ഉന്മേഷവും സന്തോഷവും ലഭിക്കുവാൻ ഇടയാക്കും. 5-ാം ഭാവത്തിലെ കേതു ഈ കൂറുകാർക്ക് നല്ലതല്ല. സന്താനങ്ങൾ മൂലമുള്ള ചില ദുഃഖങ്ങളൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അവരുടെ വിവാഹ കാര്യത്തിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാര്യത്തിലോ ഒക്കെ ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെട്ടേക്കാം. രോഗഭയവും ശത്രുഭയവും 5-ാം ഭാവത്തിലെ കേതു മൂലം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഈ കൂറുകാർക്ക് സൂര്യൻ നിൽക്കുന്നത് 5-ാം ഭാവത്തിലാണ്. 5-ാം ഭാവത്തിലെ സൂര്യൻ അത്ര അനുകൂലമല്ല ഈ കൂറുകാർക്ക്. എങ്കിലും മൂലക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുന്ന സൂര്യൻ വലിയ ആപത്തുകളോ അപകടങ്ങളോ ഈ കൂറുകാർക്ക് ഉണ്ടാക്കുകയില്ല. ശത്രുക്കളെ കൊണ്ടും രോഗങ്ങളെ കൊണ്ടും ഒക്കെയുള്ള ചെറിയ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഈ ദോഷങ്ങൾക്ക് പരിഹാരമായി മഹാദേവന് ശംഖാഭിഷേകം നടത്തുന്നതും ധാര നടത്തുന്നതും ഉത്തമമാണ്. വിഷ്ണുവിന് സഹസ്രനാമ പുഷ്പാഞ്ജലി കഴിക്കുന്നതും അതുപോലെ ഗണപതിക്ക് കറുകമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ദോഷദുരിതങ്ങൾ കുറയുന്നതിന് സഹായിക്കും. ഇത് ചാരഫലം മാത്രമാണ്. ചാരഫലം എല്ലാവർക്കും ഒരുപോലെ അനുഭവപ്പെടുന്നതല്ല. ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദശയുടെയും അന്തർദശയുടെയും ഗുണദോഷങ്ങൾക്ക് അനുസൃതമായി ചാരഫലത്തിൽ വ്യത്യാസങ്ങൾ അനുഭവപ്പെടാം. ജാതകവശാൽ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോയാൽ ഗുണഫലങ്ങൾ കൂടുതലായി അനുഭവിക്കാൻ ഇടവരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടേഷനായി
എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക.